എടാ അന്തോണിയേ, ഇവിടെ എന്താടാ ഗീവറസ് പുണ്യാളച്ചന്റെ പെരുന്നാളാണോ? ദീപക്കാഴ്ച പോലുള്ള ലൈറ്റുകൾ കത്തിച്ചിട്ടേക്കണേ. കൊച്ചമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. കൊച്ചേനെ കൊണ്ടാക്കാൻ കുട്ടികളോ ഇല്ല. എന്നാ പിന്നെ വെട്ടോയിലിരുന്നോട്ടെ. രണ്ട് ചെറുത് കടുമാങ്ങയും തൊട്ടുകൂട്ടി അടിക്കുമ്പോ ഒച്ച എനക്കൊക്കെ തന്നെ ഉണ്ടായിക്കോളും. മേരി കുഞ്ഞേ, എടി മേരി കുഞ്ഞേ. കഥക് ചവിട്ടി പൊളിക്കാതെ ബെല്ലടിക്കണ്ട മുതലാളി. എടാ ഈ കുന്ത അടിക്കണെങ്കിലും വേണം കറണ്ട്. അത് ഫാദർ കൊടുക്കോ? ഇല്ലല്ലോ. ആ മേരി കുഞ്ഞേ, ഓ എടി മേരി കുഞ്ഞേ. എടി ഈ തീവെട്ടി എന്തിനാ കത്തിച്ചിട്ടിരിക്കുന്നത്? വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോ ഒരു ലൈറ്റ് അകത്തിട്ടാ പോരെ, വെട്ടം പുറത്തേക്ക് ഇങ്ങോട്ട് വരില്ലേ? ദൈവം സഹായിച്ച് കണ്ണിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ കണ്ണിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ നാളെ വരാൻ കൊച്ചമ്മ. പിന്നെ സെമിനാരിന്ന് ആ വട്ടപ്പാറയച്ചന്റെ കത്തുണ്ടായിരുന്നു. എന്തിന്? അല്ലേ ഇങ്ങനെ എന്നെ വർത്താനേ ഈ പറയുന്നേ. ദത്തെടുക്കാൻ പറ്റിയ കുട്ടികൾ വേണമെന്ന് നമ്മളല്ലേ ഇന്നാൾ അങ്ങേരോട് പറഞ്ഞേ? നമ്മളല്ല, നീ. ആ ഞാനെങ്കിൽ ഞാൻ. എനിക്കാണല്ലോ ഇപ്പൊ ആവശ്യം. ആ കുട്ടിയുടെ കാര്യം ശരിയായിട്ടുണ്ട്. അങ്ങോട്ട് ചെന്നാ കാണാവുന്ന. മേരി കുഞ്ഞേ, നീ എന്റെ കുഞ്ഞല്ലേ, കുഞ്ഞുമോള്. ഞാൻ നിന്റെ മോനല്ലേ. എന്റെയും നിന്റെയും സ്നേഹം പങ്കുവച്ചു പോകുന്നത് ഞാൻ സഹിക്കില്ല. അച്ചായോ, ക്ലോസറ്റും വാഷ് ബേസിനും വിറ്റ് വിറ്റ് ഒരുമാതിരി ആ സ്വഭാവം കാണിക്കരുത്. എനിക്ക് സ്നേഹിക്കാൻ ഒരു കുട്ടിയെ കിട്ടിയേ തീരൂ. ഓരോ തവണയും ദത്തെടുക്കുന്ന കാര്യം പറയുമ്പോ നിങ്ങൾ എന്തെങ്കിലും ഒരു ഉടക്കിടും. ഇത്തവണ ഞാനത് സമ്മതിക്കത്തില്ല. ഡോക്ടർ പരിശോധിച്ചിട്ട് കുഴപ്പം എനിക്കാണെന്നാ ഞാൻ വീട്ടുകാരോടും നാട്ടുകാരോടും ഒക്കെ നുണ പറഞ്ഞിരിക്കുന്നേ. അല്ല, അതിപ്പോ മാറ്റി പറയാൻ ഇവിടെ കാര്യമൊന്നും ഉണ്ടായില്ലല്ലോ. നമുക്ക് സെമിനാരിൽ പോവാം, വട്ടപ്പാറ കാണാം. അവിടെ ചെല്ലുമ്പോ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. ഒരു ചുക്കും ആലോചിക്കാനില്ല. ഒക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുളിക്കണേ പോയി കുളിച്ചാച്ചി ഒന്ന് കഞ്ഞൂടി. എന്റെ ഗീവറിസ് പുണ്യാളച്ചോ, ഒരെണ്ണെന്നും പറഞ്ഞ് ഇവിടെ വന്നപ്പോ തനിക്ക് താമൂന്ന് രണ്ട് ആമ്പറന്നോന്മാര്, അതിലൊന്ന് ചട്ടനും. നടക്കുകയല്ല ആ പ്രസ്ഥാനം, ഇവിടെ നടക്കുകയല്ല. ഇടോ പറയിച്ച ഞാൻ പറയുന്നത് അച്ഛൻ ഒരു പുല്ലും പറയണ്ട. അവിടെ പോ. കൂടെ കളിച്ചു വളർന്നവനാണല്ലോ, നാട്ടുകാരനാണല്ലോ എന്നൊക്കെ ഓർത്താ അച്ഛന്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ ഇവിടെ വന്നത്. വേവത്തില്ലച്ചോ, ഈ പരിപ്പ് വർഗീസ് കൂനമാവിന്റെ മുതുകത്ത് വേവത്തില്ല. മേരി കുഞ്ഞേ, എണീറ്റേ എണീറ്റേ. അച്ഛൻ ഇങ്ങനെ ഉടക്കി പിരിഞ്ഞാൽ എങ്ങനെ? നമുക്ക് സംസാരിക്കാം. മേരി കുഞ്ഞേ, നീ ഡോക്ടറുടെ റിപ്പോർട്ടോ വൈദ്യരുടെ കുറിപ്പടിയോ എന്ത് വെച്ചെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്താലും ഈ കുഴിയിൽ ഞാൻ വീഴില്ല. ചട്ടനാണെങ്കിലും ചെക്കന് ചാപ്പാടിന് കുറവൊന്നും ഉണ്ടാവില്ല. ഒറ്റയ്ക്കായി ജീവിച്ചു പോവാൻ പാടുള്ള ഈ കാലത്ത് രണ്ടെണ്ണോ? എന്തിനാ അച്ഛോ എനിക്ക് രണ്ടെണ്ണം? ഇടോ ചത്ത് തൊലയുമ്പോ തലയ്ക്കും കാലിനും പിടിക്കാൻ ഓരോന്ന് വേണോടോ. തലയ്ക്ക് പിടിക്കാൻ ഒരുത്തം മതി, കാലിന് നാട്ടുകാർ പിടിച്ചോളും. മേരി കുഞ്ഞെ, നീ വരുന്നുണ്ടോ അതോ എന്റെ തനിക്കുണം കാണണോ? അച്ഛോ, ഇത് ഞാനോട് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. പറയുന്നത് വലിയ അന്യായാണെന്നറിയാം. എന്നാലും ഒറ്റയ്ക്ക് കൊടുക്കുവോ ആ ചട്ടില്ലാത്ത കൊച്ചിനെ? മേരിക്കുഞ്ഞെ, ഈ രണ്ട് പിള്ളേര് ഇണപിരിയാത്ത കിളികളെ പോലെയാ. ഒരുത്തനെ ഒരുത്തനെന്ന് വേർപിരിക്കാന്ന് പറഞ്ഞാൽ അത് അവരോട് പറയാൻ തന്നെ ബുദ്ധിമുട്ട്. ഇനി അഥവാ പറഞ്ഞാൽ തന്നെ ആന് സമ്മതിക്കുമോ? ഇനി ആന് സമ്മതിച്ചാൽ തന്നെ ആ കുഞ്ഞുങ്ങൾ സമ്മതിക്കുമോ? സമ്മതിച്ചില്ലെങ്കിൽ വേണ്ട. ഇതല്ലാതെ ഒറ്റയ്ക്കുള്ള കേസുകൾ വരുമല്ലോ, സിംഗിൾസ്. അപ്പൊ വിളിക്ക്, ഞങ്ങൾ വരാം. വിട്ടോ, സ്റ്റാൻഡ് വിട്ടോ. എടോ പറയിച്ച, ഞാൻ ഏതായാലും അവരോടൊന്ന് സംസാരിച്ചു നോക്കാം. പക്ഷെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എനിക്ക് തീരെയില്ല. കരുണ കൊണ്ടൊന്നും പറയാതെ എന്റെ മനുഷ്യ. അച്ഛൻ പോയി സംസാരിക്കേ. അങ്ങനൊരു ഞാൻ അവരോട് ഇത്തിരി സംസാരിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ ഒരു പഴയ ചങ്ങാതിയാ. അവർക്ക് കുട്ടികളെ കാണണ്ടേ? കാണണം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ആനയോട് കുറിച്ച് സംസാരിക്കാനുണ്ട്. ഒന്ന് വരൂ. ആനിക്ക് മാത്രമല്ല, നമുക്കെല്ലാം വിഷമമുള്ള കാര്യമാണ്. എന്നാലും ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയുടെ കാര്യം തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ രണ്ടുപേരെന്നൊക്കെ പറയുമ്പോൾ, അതും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളൊരു കുട്ടി എന്ന് വെച്ച്
അവനെ ഞാൻ ഉപേക്ഷിക്കുകയല്ല. അതിന് പറ്റിയ ആൾക്കാരെ നമുക്ക് വേറെ നോക്കാം. എനിക്കൊന്ന് ആലോചിക്കണം. മതി, ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. ഏതായാലും അവര് കുട്ടികളെ ഒന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ, അല്ലേ? ആ എടോ പറയിച്ചാ. ഇത് വർഗീസ് കൂനമ്മാവിൽ, മേരിക്കുഞ്ഞ്. അറിയാമല്ലോ? അറിയാം, ആനി. ആന്റിക്കും അങ്കിളിനും ഗുഡ് മോർണിംഗ് പറയൂ. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ് അങ്കിൾ. വെരി ഗുഡ് മോർണിംഗ്. മക്കളുടെ പേരെന്തൊക്കെയാ? ഞാൻ റോണി, ഇവൻ ടോണി. ഉം. ഡി മേരിക്കുഞ്ഞ വന്ന്. ചട്ടം മാത്രം മിണ്ടുന്നുള്ളല്ലോ. ഇനി മറ്റോ വല്ല പൊട്ടണോ മറ്റോ ആണോ? നിങ്ങളൊന്നും മിണ്ടാതിരി. എനിക്ക് അതുങ്ങളെ കണ്ടിട്ടൊന്നും കൊതിയാവുന്നു. ദാ മോനെ. നീ എന്തിനാ അതെടുത്ത് വെക്കുന്നേ? അവിടെ വേറെ സ്കൂളല്ലേ? ഇവിടെ വെച്ചോ. ഒന്ന് കീറുമ്പോ നിനക്ക് ഇടാവല്ലോ. എന്റെ മോൻ നല്ലോണം പഠിക്കണം. എല്ലാരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കണം. ആരോടും വഴക്കുണ്ടാക്കരുത്. അവിടെ ഞാൻ ആരോട് വഴക്കുണ്ടാക്കാനാ അമ്മേ? എന്റെ മോനെ.
ഒരു ദിവസം, ഒരൊറ്റ ദിവസം കൂടി എനിക്ക് വേണ്ടി, ഒരിക്കൽ കൂടി എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ കാണണം. ഒരു ദിവസം കൂടി എനിക്ക് ജീവിക്കണം. മറ്റൊന്നും എനിക്ക് ചോദിക്കാനില്ല. ഒരു ദിവസം, ഒറ്റ ദിവസം. മലമടക്കിൽ ഹല്ലേലൂയാ ഹല്ലേലൂയാ, മണ്ണിനും വിണ്ണിനും മന്ദാസം പൊഴിക്കും മധുര മനോഹര ഗാനം. മണ്ണിനും വിണ്ണിനും മന്ദാസം പൊഴിക്കും മധുര മനോഹര ഗാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, ദൈവം പിറക്കുന്നു മനുഷ്യനായി ബേത്ലേഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ.